ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് ഇറച്ചിക്കറിനെക്കാട്ടും രുചിയിൽ നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പപ്പായ വെച്ചിട്ട് ഇതിൻ്റെ മുമ്പ് കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. തോല് കളയാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. മുറിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് മുറിക്കരുത്. ഞാനിത് എങ്ങനെയാണ് മുറിക്കണത്, ഇങ്ങനെ മീഡിയം സൈസുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി അത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരേപോലെ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ, നിങ്ങൾ എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പപ്പായ കഴുകിയതിന് ശേഷം ഇതേപോലെ മുറിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുള്ളൂ. ചൂടായ എണ്ണയിലേക്ക് ഞാൻ പപ്പായ ഇട്ടിട്ട് നല്ലപോലെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ പപ്പായൻ്റെ ആ റോ സ്മെല്ലുണ്ടാവില്ല, ഒരു പച്ച കുത്തുണ്ടാവും. ചിലവർക്ക് ആ കുത്ത് പറ്റില്ല. അപ്പോൾ അത് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഒന്നിങ്ങനെ ഇളക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒന്ന് കളർ വ്യത്യാസം വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നിട്ട് കോരിയെടുക്കാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് ഞാനൊരു 5-8 കാശ്മീരി മുളകാണ് എടുക്കുന്നത്. കാശ്മീരി മുളക് എടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഒരുപാട് എരിവ് ഉണ്ടാവില്ല. നിങ്ങൾ മുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്താണ് ചേർത്തേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുളക് ഒന്നിങ്ങനെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും അതിൻ്റെ ഒന്നിങ്ങനെ പൊള്ളച്ച് വരും. അപ്പോഴാണ് മുളക് വെന്ത് എന്നുള്ളത് അറിയാം. അത് മുളക് ഞാൻ കോരിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളിയും, ചെറിയ വെളുത്തുള്ളിയാണ്. ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് കളറ് മാറിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതും ഒന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ, ഒരുപാടൊന്നും എടുക്കണില്ല. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇടുന്നുണ്ട്. വലിയ ജീരകം ഇട്ടിട്ട് ഇത് രണ്ടും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതെല്ലാം നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കറിക്കും നല്ല ടേസ്റ്റാണ്, നല്ല മണം ഉണ്ടാവും. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയും വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പാടെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് 2ആക്കി പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ സാധനവും ഞെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു തുണ്ട് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, അതൊക്കെ പാടിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ പൊടികളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പൊടി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മുളക് പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അരക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം പാടെ അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അതേ മൺചട്ടി തന്നെയാണ്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. അതിൻ്റെ പച്ചമണം പോയിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇത് സാധാ എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ ആദ്യം എടുത്തത് കാശ്മീരി മുളകാണ്, അത് എരിവുണ്ടാവില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളകും പച്ചമുളകൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഇട്ട പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി വഴന്നതിന് ശേഷം പൊടികളിടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മീഡിയം സൈസ് 2 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയതാണെങ്കിൽ 1 തക്കാളി ഇട്ട് കൊടുത്താൽ മതി. നല്ല പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത്, തക്കാളി ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓമക്കായ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഓമക്കായ ഇനി ഈ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഓമക്കായയിൽ ഈ മസാല നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഓമക്കായ ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുന്നത്. തക്കാളി ഇട്ടതിൻ്റെ അവിടെ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മളിതാ അരച്ച് വെച്ച അരപ്പ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓമക്കായ വെച്ചിട്ട് പല റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് കൂട്ടുകാർ നിങ്ങൾ കണ്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കറി എത്ര വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൽ എരിവൊക്കെ ഉണ്ട്, അത്യാവശ്യം എരിവുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുള്ളൂ. എരിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഞാനിത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ആ സമയം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയൊക്കെ നല്ലപോലെ ഒന്നുകൊണ്ട് തെളിഞ്ഞ് വരും കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി ഓമക്കായൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വരും. കാണുമ്പോൾ തന്നെ അറിയില്ലേ, അടിപൊളി കറിയായിട്ട് അത് മണക്കും. എന്തോ ഒരു മണമാണ് അറിയാം. തുറക്കുമ്പോൾ ഇറച്ചിക്കറിനെക്കാട്ടിയും ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കറിയാണ്. ഞാൻ അതിൻ്റെ മുമ്പ് നമ്മൾ ചാനൽ തുടങ്ങി കൂടുമ്പോൾ അതുപോലെ ഓമക്കായ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് അതിലേക്കൊരു താളിപ്പ് ഇടണം. താളിപ്പിടാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇന്നത്തെ ഉണ്ടാക്കിയ ഈ ഓമക്കായ വെച്ചുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് എന്തായാലും അറിയിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളൊരു ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനിയും അതൊരാൾക്ക് ഉണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾ ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം എന്നെ കൊണ്ട് ഓക്കെ, താങ്ക് യു.